അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കിതാബു അസ്സലാത്തിൽ നിന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹയുടെ അൽ മുലഖ്ഖസുൽ ഫിഖ്ഹി എന്ന ഗ്രന്ഥത്തിലെ കിതാബു സ്വലാത്താണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമസ്കാരത്തിൻ്റെ രൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറഞ്ഞു. സുജൂദ് സഹവ്, മറവിയുടെ സുജൂദിനെ കുറിച്ചാണ് അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞത്. അതിനുശേഷം മറ്റൊരു അധ്യായത്തിൽ മുസന്നിഫ് പറയുന്നത് ബാബുൻ ഫി ദിക്രി ബഅദ സ്വലാ, നമസ്കാരത്തിന് ശേഷം ദിക്ർ പറയുന്നതിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. മുസന്നിഫ് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി കൊണ്ട് അള്ളാഹുവിന് ദിക്ർ ചൊല്ലണം, അള്ളാഹുവിനെ സ്മരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും തസ്ബീഹുകൾ ചൊല്ലണം. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ പൊതുവെ ദിക്ർ വർദ്ധിപ്പിക്കാനുള്ള ഒരു തെളിവാണത്. രാവിലെയും വൈകുന്നേരവും ധാരാളമായി കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കണം, അതേപോലെ തന്നെ തസ്ബീഹുകൾ ചൊല്ലണം. ഇബാദാത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലായിക്കൊണ്ട് പ്രത്യേകം അദ്കാറുകൾ വേണം എന്നതിന് പ്രത്യേകമായ തെളിവുകളുണ്ട്. വ്യാപകമായി ആമായ തെളിവാണ് എന്താണ്, എപ്പോഴും ദിക്റുകൾ വേണം. എന്നാൽ ഇബാദാത്തുകൾക്ക് ഉടനെ പ്രത്യേകം ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനകളുണ്ട്. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫൈദാ ഖദൈതുമുസ് സ്വലാത ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിങ്ങൾ നമസ്കാരം വീട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കണം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടക്കുന്നവരായിട്ടുമെല്ലാം ദിക്ർ ചൊല്ലണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട്. സൂറത്തുൻ നിസായിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. അതോടുകൂടി കഴിഞ്ഞില്ല, പിന്നെന്താണ്, നമസ്കാരം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമെല്ലാം ദിക്ർ വേണം എന്ന് അള്ളാഹു കൽപ്പിക്കുകയാണ്. നമസ്കാരം വീട്ടിയതിന് ശേഷമാണ്. അതേപോലെ മറ്റൊരു ഹദീസ് ആയത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്, പ്രത്യേകിച്ചും ജുമുഅ നമസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു, ജുമുഅ നമസ്കാരം വീട്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിർവഹിച്ച് കഴിഞ്ഞാൽ, ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചു കൊള്ളുക. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, എന്നിട്ട് അള്ളാഹുവിൻ്റെ ഫദ്ല്, ഔദാര്യത്തെ തേടിക്കൊള്ളുക. ഇത് ഒരു കൽപ്പനയും കൂടിയിട്ടാണ്. ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് ധാരാളം ഉലമാക്കൾ വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞാൽ അവർ കച്ചവടത്തിലേർപ്പെടുമായിരുന്നു. അതിൽ ബർക്കത്തുണ്ട് പ്രത്യേകം എന്ന് കാണാൻ സാധിക്കും. അത് വാങ്ങുന്നതിലാണെങ്കിലും വിൽക്കുന്നതിലാണെങ്കിലും. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം ഈ ആയത്തിന് മുൻനിർത്തിക്കൊണ്ട് ധാരാളം സലഫുകൾ എന്ത് ചെയ്യുമായിരുന്നു, അവരുടെ ആഴ്ചയിലുള്ളതായ പർച്ചേസിങ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും, വെള്ളിയാഴ്ച ജുമുഅക്ക് ശേഷം നടത്തുമായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നാടുകളിലെല്ലാം വെള്ളിയാഴ്ച പ്രത്യേകം എന്താണ്, ആളുകൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കാണാം. ജുമുഅ നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ ഫദ്ല് തേടിക്കൊണ്ട് ഇറങ്ങുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുകയും വേണം. അപ്പോൾ ജുമുഅ നമസ്കാരം കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കച്ചവടങ്ങളിലും മറ്റുമെല്ലാം ഏർപ്പെടുകയാണ്, അപ്പോഴും എന്ത് ചെയ്യണം, അള്ളാഹുവിനെ സ്മരിക്കേണ്ടതുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം, വിജയിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇതേപോലെ റമദാനിലെ നോമ്പിന് ശേഷം അള്ളാഹു പറയുന്നുണ്ട്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. പെരുന്നാൾ റമദാനിന് ശേഷം ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ആയത്താണ്. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ എണ്ണം നോമ്പ് നിങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾക്ക് ഇങ്ങനെ നോമ്പെടുക്കാൻ, രാത്രി നമസ്കരിക്കാൻ, ഇബാദത്തുകളെ ചെയ്യാനെല്ലാം അള്ളാഹു നൽകിയ തൗഫീഖാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യോ, അള്ളാഹുവിന് തക്ബീർ ചൊല്ലിക്കൊള്ളുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊള്ളുക എന്ന് പറയാണ്. അപ്പോൾ പെരുന്നാളിലുള്ള തക്ബീറുമായി ബന്ധപ്പെട്ട ആയത്താണ്.
അപ്പോൾ വലിയൊരു ഇബാദത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ സ്മരിക്കണം, എന്നാൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം എന്ന് അള്ളാഹു പറയുകയാണ്. ഹജ്ജിന് ശേഷം ഇത് കാണാൻ സാധിക്കും. അള്ളാഹു തആല പറയുന്നത് കാണാം, ഫൈദാ ഖദയ്തും മനാസികകും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തീകരിച്ചാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അഷദ്ദ ദിക്റാ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, നിങ്ങളുടെ പൂർവ്വപിതാക്കളെ നിങ്ങൾ സ്മരിച്ചിരുന്നത് പോലെ, അതിനേക്കാൾ അപ്പുറത്ത്. ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് എന്ത് ചെയ്യുമായിരുന്നു? ഹജ്ജിന് ശേഷം അവർ ഒരുമിച്ച് കൂടി അവരുടെ പൂർവ്വപിതാക്കളുടെ കഥകളും ചരിത്രങ്ങളും വീരകഥകളുമെല്ലാം പറയുമായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്തോ? അള്ളാഹുവിനെ സ്മരിച്ചുകൊള്ളുക. പ്രത്യേകിച്ച് മഷ്അറുൽ ഹറാമിൽ അവിടെ അള്ളാഹുവിനെ പ്രത്യേകം ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയിൽ അത് പെടും എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചാലും നിങ്ങൾ എന്ത് ചെയ്തോ? ദിക്ർ ചെല്ലാൻ അള്ളാഹുവിന്റെ കൽപ്പന കാണാം. മുസന്നിഫ് പറയുകയാണ്, വദാലിക വല്ലാഹു അഅലം ജബറുൻ ലിമാ യഹ്സുലു ഫിൽ ഇബാദത്തി മിനൻ നഖ്സ് വൽ വസാവിസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇബാദാത്തുകൾക്ക് ഉടനെ ദിക്ർ ചെയ്യാനുള്ള കൽപ്പന? അള്ളാഹുവാണ് ശരിയായി അറിയുന്നവൻ, നല്ല രീതിയിൽ അറിയുന്നവൻ. എങ്കിലും അതിൻ്റെ ചില നിഗമനങ്ങൾ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇബാദാത്തുകളിൽ സംഭവിച്ചിരിക്കുന്ന പോരായ്മകൾ ഉണ്ടാകും, അത് പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില വസ്വാസുകളിൽ പെട്ടുപോയിട്ടുണ്ടാകും, അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി. വലിഇശാരിൽ ഇൻസാനി അന്നഹു മത്ലൂബുൻ മിൻഹു മുവാസലത്തു ദിക്രി വൽ ഇബാദ. അതേപോലെ തന്നെ മനുഷ്യരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഇബാദാത്തുകൾ അത് നൈരന്തര്യമായി തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത് ദിക്ർ വേണം, നോമ്പ് കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദാത്തുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഒന്നിൽ അവസാനിപ്പിച്ചിട്ട് പിന്നെ വിശ്രമമല്ല എന്നർത്ഥം. ലിഅല്ലാ യദുന്ന അന്നഹു ഇദാ ഫറഗ മിനൽ ഇബാദത്തി ഫഖദ അദ്ദാ മാ അലൈഹി. ഏതെങ്കിലും ഒരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ മേലുള്ള ബാധ്യതകളെല്ലാം തീർന്നിരിക്കുന്നു എന്നവൻ കരുതാതിരിക്കാൻ. ഒന്ന് കഴിഞ്ഞാൽ എന്തുണ്ട്? അടുത്തതുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇബാദാത്തുകൾക്ക് ശേഷം പ്രത്യേകം ദിക്ർ ചെല്ലാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയായിരിക്കാം എന്ന് മുസന്നിഫ് ഹഫദഹുല്ലാഹ് പറയുകയാണ്. വദിക്റുൽ മശ്റൂഉ ബഅദ സ്വലാത്തിൽ ഫരീദത്തി യജിബു അൻ യകൂന അല സിഫത്തിൽ വാരിദത്തി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേ രൂപത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ലാ അല സിഫത്തിൽ മുഹ്ദസ അൽ മുബ്തദഅ അല്ലതി യഫ്അലുഹാ അസ്സൂഫിയ്യത്തുൽ മുബ്തദിഅ. മുബ്തദിഈങ്ങളായ സൂഫിയാക്കൾ പടച്ചുണ്ടാക്കിയിരിക്കുന്ന പുതിയ ചില രൂപങ്ങളുണ്ട്, ചില കോലങ്ങളുണ്ട്. അങ്ങനെയല്ല നിർവഹിക്കേണ്ടത്. എങ്ങനെയാണോ നമസ്കാരത്തിന് ശേഷം ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് അതേപോലെ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. എന്നിട്ട് ചില ഹദീസുകൾ പഠിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഫഫീ സ്വഹീഹി മുസ്ലിമിൻ അൻ തൗബാന റളിയല്ലാഹു അൻഹു ഖാൽ. മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്നത് കാണാം. തൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അൻസറഫ മിൻ സ്വലാത്തിഹി ഇസ്തഗ്ഫറ സലാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ, സലാം വീട്ടിയാൽ 3 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയുമായിരുന്നു. വഖാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്നും പറയുമായിരുന്നു. അപ്പോൾ സലാം വീട്ടിയ ഉടനെ 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയും. അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു ദിക്റാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ചെല്ലുന്നു, അതേപോലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവെ, നീ സലാമാണ്, നിന്നിൽ നിന്നാണ് സലാം, സമാധാനം, സുരക്ഷ, അതെല്ലാമാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? അസ്സലാം എന്നുള്ളത്. നാമങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ആ നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അത് നിയമമാക്കപ്പെട്ട തവസ്സുലുകളിൽപ്പെട്ടതാണ്. ദുആക്ക് ഉത്തരം നൽകപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക? തവസ്സുലാക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആ സലാം വേണം, സുരക്ഷിതത്വം വേണം എന്നുള്ള ചോദ്യം എന്തുണ്ട്? അവിടെയുണ്ട്.
തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, മഹത്വമുടയതായ ആദരവുടയതായ അല്ലാഹുവേ നീ പരിശുദ്ധനായിരിക്കുന്നു എന്ന് തുടങ്ങുന്നതായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഇങ്ങനെ പറയുമായിരുന്നു. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. ഇതും നമസ്കാരത്തിന് ശേഷം പറയപ്പെടുന്ന അദ്കാറുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തൗഹീദാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല. അവൻ ഏകനാണ്, പങ്കാളികളില്ലാത്തവനാണ്. എല്ലാവിധ അധികാരവും അവനുള്ളതാണ്, എല്ലാവിധ സ്തുതികീർത്തനങ്ങളും അവനുള്ളതാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണവൻ. അല്ലാഹുവേ, നീ ഏതെങ്കിലും നൽകിയാൽ അതിനെ തടുക്കുന്നവനായിട്ട് ആരുമില്ല. നീ ഏതെങ്കിലും ഒന്നിനെ തരാതിരുന്നാൽ അത് തരാനും മറ്റാരും തന്നെയില്ല. അപ്പോൾ നീയാണ് എല്ലാം തരേണ്ടവൻ. ഏതെങ്കിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടവൻ നീയാണ്. അതേപോലെ പരിശ്രമമുടയവൻ, അവൻ്റെ പരിശ്രമങ്ങൾ എന്ത് ചെയ്യില്ല, ഗുണം ചെയ്യില്ല. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ത് ചെയ്യുക, നമുക്ക് നടപ്പിലാക്കപ്പെടുക. അപ്പോൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും കൂടിയിട്ടുണ്ട് ഇതിലുണ്ട്. അള്ളാഹുവിലെ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്ന, തവക്കുൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു രൂപം ഈ ദിക്റിൽ കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യുഹല്ലിലു ദുബറ കുല്ലി സ്വലാത്തിൻ ഹീന യുസല്ലിമു ബിഹൗലാഇൽ കലിമാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ താഴെ പറയുന്ന കലിമാത്തുകൾ കൊണ്ട് തഹ്ലീൽ ചൊല്ലുമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമായിരുന്നു. ഏതാണ് ആ കലിമാത്തുകൾ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു ലഹുൻ നിഅമതു വലഹുൽ ഫദ്ൽ വലഹുസ് സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ലീൽ ചൊല്ലുമായിരുന്നു. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഇവിടെ തൗഹീദാണ് പ്രധാനമായിട്ടും പറയണത്. അതിന് തഹ്ലീൽ എന്ന് തന്നെയാണ് പറയുന്നത്. ഇബാദത്തിന് അർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അവൻ ഏകനാണ്, പങ്കാളികളില്ലാത്തവനാണ്. അവനാണ് എല്ലാവിധ മുൽക്കും അധികാരവും മഹാമീദുകളും. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാവിധ കഴിവുകളും ശക്തിയുമെല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. നന്മ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് വേണം. തിന്മയിൽ നിന്ന് ഒരാളെ തിരിച്ചുവിടുന്നതും അള്ളാഹു തന്നെയാണ്. എല്ലാവിധ ഖുവ്വത്തും ഹൗലും അള്ളാഹുവിനുള്ളതാണ്. വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അള്ളാഹുവേ നിന്നെയല്ലാതെ വലാ നഅ്ബുദു ഇല്ലാ ഇയ്യ, അവനെയല്ലാതെ മറ്റാരെയും ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും അവൻ തന്നതാണ്, എല്ലാവിധ ഔദാര്യവും അവൻ്റേതാണ്. അവനാണ് ഏറ്റവും നല്ല സനാഅകൾ, പ്രശംസവചനങ്ങൾ അവനുള്ളതാണ്. ഇബാദത്തിന് അർഹതയുള്ളവൻ അവനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എല്ലാ ഇബാദത്തുകളും ഇഖ്ലാസോടുകൂടി അവന് മാത്രം സമർപ്പിക്കുന്നു. കുഫാറുകൾ അതെത്ര വെറുത്താലും ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പ്രതിജ്ഞ കൂടിയിട്ടാണത്. വലൗകരിഹൽ കാഫിറൂൻ, ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞയും അതിൽ കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, അബൂ ദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇമാം തുർമുദിയും മറ്റുമെല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സുബ്ഹ് നമസ്കാരത്തിന് ശേഷം മൻ ഖാല ഫീ ദുബരി സ്വലാത്തിൽ ഫജ്രി വഹുവ സാനി രിജ്ലൈഹി ഖബ്ല അൻ യതകല്ലം, ഫജ്ർ നമസ്കാരത്തിന് ഒടുവിൽ ആരെങ്കിലും പറഞ്ഞാൽ, ഫജ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് ഏതവസ്ഥയിൽ, അവൻ്റെ കാലുകൾ അതേ അവസ്ഥയിൽ തന്നെ ചലിപ്പിക്കാതെ വച്ചവനായ നിലയിൽ, ഖബ്ല അൻ യതകല്ലം, വേറെ സംസാരങ്ങളും നടത്തിയിട്ടില്ല, അവൻ അതേ പൊസിഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറഞ്ഞാൽ കുതിബ ലഹു അശ്റു ഹസനാത്തി, 10 നന്മകൾ അവന് രേഖപ്പെടുത്തപ്പെടും. വമുഹിയത് അൻഹു അശ്റു സയ്യിആത്തിൻ, 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വറുഫിഅ ലഹു അശ്റു ദറജാത്തിൻ,
10 ദറജകൾ അവനെ ഉയർത്തപ്പെടും. വകാന യൗമഹു ദാലിക കുല്ലഹു ഫീ ഹിർസിൻ മിൻ കുല്ലി മക്റൂഹി, എല്ലാവിധ മക്റൂഹുകളിൽ നിന്നും വെറുക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ ആ ദിവസം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. വഹുരിസ മിന ശൈത്വാൻ, ശൈത്വാനിൽ നിന്ന് അവന് സുരക്ഷിതത്വം നൽകപ്പെടും. വലം യംബഗി ലിദംബിൻ അൻ യുദ്രികഹു ഫീ ദാലിക്കൽ യൗം, ആ ദിവസം പാപങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നർത്ഥം. ഇല്ല ശിർക്ക് ബില്ലാഹ്, ശിർക്ക് ഒഴികെ. അപ്പോൾ ഒരു മനുഷ്യന് ഒരു ദിവസം കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവൻ്റെ ആഗ്രഹങ്ങൾ അത് മുഖേന സാധിക്കുമെന്നാണ്. ഈ ദിക്ർ 10 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഹദീസിനെ സംബന്ധിച്ച് ചില ഉലമാക്കൾ ചില നിരൂപണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല ഇത് ഹസൻ ആണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. പല ഉലമാക്കളും ഇതനുസരിച്ച് അമൽ ചെയ്യുന്നതും കാണാൻ സാധിക്കും. ചില ഉലമാക്കൾ അത് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പല ഉലമാക്കളും ചെയ്തിട്ടുണ്ട് ഇതിനെ സ്വീകാര്യമായ ഹദീസാണ് എന്ന് പഠിപ്പിച്ചതാണ്. ഇത് ഇങ്ങനെ അതേ പൊസിഷനിൽ തന്നെ ഇരുന്നു കൊണ്ട് പറയുന്നതിനെ സംബന്ധിച്ചുള്ള ഈ റിപ്പോർട്ടാണ് എന്ത് ദുർബലമാണെന്ന് ചിലർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ ദിക്ർ എന്താണ്, സ്ഥിരപ്പെട്ടതായിട്ട് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുബ്ഹിന് ശേഷം 10 പ്രാവശ്യമായിട്ടും അതേപോലെ തന്നെ 100 പ്രാവശ്യം പറഞ്ഞാലുള്ള ശ്രേഷ്ഠതകളെ കുറിച്ചെല്ലാം പരാമർശിക്കുന്ന ഈ ദിക്ർ ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എങ്ങനെയാലും ആണെങ്കിലും ഈ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിച്ച് കാണാൻ സാധിക്കും. ഇത് പ്രാവർത്തികമാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബോധ്യപ്പെടുന്നതാണ്. ഇതിൽ പറയപ്പെട്ടതുപോലെ എന്താണ്, ആ ദിവസം അവന് സന്തോഷപ്രദമായി മാറാൻ, ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളതായ ഹദീസ്. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ച് സമയം മതി. 100 പ്രാവശ്യം പറയുക എന്നുള്ളത് അത്ര അധികം സമയം വേണ്ടതല്ല. നമ്മുടെ സുബ്ഹിന് ശേഷവും അതുപോലെ അസ്റിന് ശേഷവുമെല്ലാം ഇതിന് കുറച്ച് സമയം ബോധപൂർവം എന്ത് ചെയ്യുക, മാറ്റിവെച്ചുകൊണ്ട് അത് പറയാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം തുർമുദി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. وورد أن هذه التهليلات العشر تقال بعد صلاة المغرب أيضا في حديث أم سلمة عند أحمد. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇതേ ദിക്റുകൾ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഇങ്ങനെ പറയപ്പെടുന്നതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ഇതേ രീതിയിൽ ഉദ്ധരിച്ചത്. അപ്പോൾ സുബ്ഹിന് ശേഷം മാത്രമല്ല, മഗ്രിബിന് ശേഷവും. മറ്റൊരു ദിക്ർ ഇവിടെ മുസന്നിഫ് കൊണ്ടുവന്നിരിക്കുന്നത് മഗ്രിബിനും ഫജ്റിനും ശേഷം റബ്ബി അജിർനി മിനൻ നാർ എന്ന് 7 പ്രാവശ്യം പറയുന്നതിനെ സംബന്ധിച്ചാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ്, അബൂ ദാവൂദ്, നസായി, ഇബ്നു മാജ മറ്റുള്ളവരെല്ലാം ഉദ്ധരിച്ചതാണ്. എങ്കിലും അത് ദുർബലമായ ഒരു ഹദീസാണ്. റബ്ബേ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് സുബ്ഹിന് ശേഷവും ഫജ്റിന് ശേഷവും പറയാൻ വേണ്ടിയിട്ടുള്ളതായ ഈ ഹദീസ് ദുർബലമാണ്. എന്നാൽ പോലും എന്താണ്, രാവിലെയും വൈകുന്നേരവും നരകത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വന്നിരിക്കുന്ന ഹദീസുകൾ എന്താണ്, സ്ഥിരപ്പെട്ടതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ സ്വർഗം ചോദിച്ചുകൊണ്ടുള്ളതായ പ്രാർത്ഥനകളുടെ ശ്രേഷ്ഠത ഉള്ള ഹദീസുകളും ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുക നിരന്തരം, പ്രത്യേകിച്ചും പ്രഭാതത്തിലും പ്രദോഷത്തിലും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക, അതെല്ലാം എന്താണ്, സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതാണ്. പക്ഷേ ഫജ്റിനും മഗ്രിബിനും ശേഷം 7 പ്രാവശ്യം ഈ പ്രാർത്ഥന വന്നതായിട്ടുള്ള ഹദീസുകൾ എന്താണ്, അത് ദുർബലങ്ങളാണ്. ഈ പറഞ്ഞ ദിക്റുകൾക്ക് ശേഷം ثم يسبح الله بعد كل صلاة 33 ويحمده 33 ويكبره 33. ഈ ദിക്റുകൾക്ക് ശേഷം ഒരാൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് ചെയ്യണം, ദിക്റുകൾ ചൊല്ലണം. ഇപ്പോൾ 99ആയി. അങ്ങനെ 100 പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥനയും എന്നുള്ള ദിക്ർ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഇത് നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സബ്ബഹ അല്ലാഹ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33. ആരെങ്കിലും എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 33 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ വഹമിദ അല്ലാഹ 33, 33 പ്രാവശ്യം അൽഹംദുലില്ലാ പറഞ്ഞാൽ
വകബ്ബറ അല്ലാഹു 33 33 പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞാൽ ഫതിൽക 99 അപ്പോൾ 99 ആയി. ثم قال تمام المئة എന്നിട്ട് 100 പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവൻ പറഞ്ഞു لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير എന്ന് പറഞ്ഞാൽ غفرت له خطايا അവന്റെ ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. وإن كانت مثل زبد البحر സമുദ്രത്തിലെ നുരകൾ അതിന്റെ അത്രത്തോളം അധികം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യും? അത് മുഖേന പൊറുക്കപ്പെടും. ചെറുപാപങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അത് പൊറുക്കുമെന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. 33 പ്രാവശ്യം ചൊല്ലുന്നതും അതേപോലെ തന്നെ 25 പ്രാവശ്യം ചൊല്ലുന്നതായിട്ട് വേറെ ഹദീസുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 4 കലിമത്തുകൾ 25 പ്രാവശ്യം വീതം 100 പ്രാവശ്യം, അതേപോലെ 10 പ്രാവശ്യം വീതം ചൊല്ലുന്നതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഇതുണ്ട് വന്നിട്ടുണ്ട്. ഒരാൾക്ക് നമസ്കാരത്തിന് ശേഷം സമയമില്ല, വളരെ വേഗതയിൽ യാത്ര ചെയ്യാനുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ 10 വീതമെങ്കിലും എന്ത് ചെയ്യുക? പറയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. അതിനുശേഷം പിന്നീട് അവൻ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്നതായ സൂറത്തുൽ ബഖറയിലെ ആയത്ത്. പിന്നീട് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇതെല്ലാം എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഇത് ഇമാം നസായിയും തബ്റാനിയും എല്ലാം ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലാ അൻ യമൂത്ത്. ആരെങ്കിലും എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ സ്വർഗപ്രവേശനത്തെ തൊട്ട് മരണമല്ലാതെ മറ്റൊന്നും അവനെ തടുക്കൂല. അതായത് മരിച്ചാൽ എന്താണ്? സ്വർഗത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, കാന ഫീ ദിമ്മത്തില്ലാഹി ഇല സ്വലാത്തിൽ ഉഖ്റ, അടുത്ത നമസ്കാരം വരെയും അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലായിരിക്കും, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് കാണാം, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറഅ അൽ മുഅവ്വിദതൈൻ ദുബറ കുല്ലി സ്വലാത്തി, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും മുഅവ്വിദതൈൻ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചെയ്തിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസുകളെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അദ്കാറുകളുടെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നതാണ്. അത് പറയുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നിരന്തരം കൊണ്ടു നടക്കുക എന്നുള്ളത് ഒരാളുടെ മേൽ അനിവാര്യമാണ്. മാത്രമല്ല വൽ ഇത്യാനി ബിഹാ അല സുഫത്തിൽ വാരിദത്തി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെയാണ് വന്നത് അതേപോലെയുമായിരിക്കണം. നമസ്കാരങ്ങൾക്ക് ശേഷം സലാം വീട്ടിയതിന് തൊട്ടുടനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ദിക്റുകൾ കൊണ്ടുവരേണ്ടത്, അതാത് സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ളതായ ദിക്റുകൾ. ഇതിനെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഒന്നുകൂടി ഓർഡറായിട്ട് പറയുകയാണ്. സലാം വീട്ടിയതിന് ശേഷം ആദ്യം ഇസ്തിഗ്ഫാർ പറയുക 3 പ്രാവശ്യം, പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം, പിന്നീട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. പിന്നീട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 തികയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം, ഫജ്റിന് ശേഷം 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത്. അതിനുശേഷം പിന്നീട് ആയത്തുൽ കുർസി, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് എന്നുള്ളതാണ്. മഗ്രിബിന് ശേഷം അതേപോലെ തന്നെ ഫജ്റിന് ശേഷവും ഈ പറയപ്പെട്ട സൂറത്തുകൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുക എന്നുള്ളതും മുസ്തഹബായ കാര്യമാണ്. എന്നിട്ട് മുസന്നിഫ് പറയുകയാണ്, വയുസ്തഹബ്ബുൽ ജഹ്റു ബിത്തഹ്ലീൽ വത്തസ്ബീഹ് വത്തഹ്മീദ് വത്തക്ബീർ അഖ്ബ സ്വലാത്ത്, നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും അൽഹംദുലില്ലാഹും എല്ലാം കുറച്ച് ശബ്ദത്തിൽ പറയുന്നത് മുസ്തഹബാണ്. വളരെ പതിയെ പറയണമെന്നില്ല, കുറച്ച് എന്ത് ചെയ്യാം, ശബ്ദത്തിലാക്കാം.
ലാക്കിൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ലാക്കിൻ ലാ യകൂനു ബിസൗത്തിൻ ജമാഇയ്യിൻ, എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ താളത്തിൽ ചൊല്ലുക എന്നുള്ളത് എന്താണ്? അത് പാടില്ലാത്തതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്ന പതിവല്ല. ഒരേ ശബ്ദത്തിലും ഒരേ താളത്തിലും അങ്ങനെ ദിക്ർ ചൊല്ലുക എന്നുള്ളതില്ല. ഓരോ ആളുകൾക്കും അവരവരുടെ രീതിയിൽ എന്ത് ചെയ്യാം? ശബ്ദം ഉയർത്തി ചൊല്ലാം. വഇന്നമാ യർഫഉ ബിഹി കുല്ലു വാഹിദിൻ സൗതഹു മുൻഫരിദ, ഓരോ ആളുകളും ഒറ്റയ്ക്ക് എന്ത് ചെയ്യാം? ശബ്ദം ഉയർത്താം. എല്ലാവരും ഒരേപോലെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന തഹ്ലീലുകളും തസ്ബീഹുകളുമെല്ലാം ദബ്ത് ചെയ്യാൻ, അതിന് എണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വിരലുകൾ ഉപയോഗിക്കുക എന്നുള്ളതും ആണ് അവൻ ചെയ്യേണ്ടത്. വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? എണ്ണം പിടിക്കുക. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അത് അനുവദനീയമായ കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്താണ്? വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് എണ്ണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. അതിന് പ്രത്യേകമായ ഏതെങ്കിലും ശ്രേഷ്ഠതകളുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ അത് പാടില്ലാത്തതുമാണ്. നേരെ മറിച്ച് എണ്ണം പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഏതെങ്കിലും മാലകളോ മറ്റോ ഉപയോഗിക്കുന്നത് എന്തല്ല അനുവദനീയമാണ്. അത് നിഷിദ്ധമായ കാര്യമൊന്നുമല്ല. പക്ഷെ എന്താണ്, അതിന് വേറെ ഏതെങ്കിലും ശ്രേഷ്ഠതകൾ കൽപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ അത് പാടില്ലാത്തതാണ്. ചില ഉലമാക്കൾ അതിനെ വെറുത്തതായിട്ടും കാണാം. അപ്പോൾ എന്താണ്, കൈ കൊണ്ട് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മുസ്ലിം പറയുന്നു, ഇനി അത്തഖദ അന്ന ലഹാ ഫളീല, അതെന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഫത്തിഖാദുഹാ ബിദ്അ, അപ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതായി മാറും, ബിദ്അത്തായി മാറും. വദാലിക മിസ്ലു സുബ്ഹി അല്ലതി യത്തഖദുഹാ സൂഫിയ, സൂഫിയാക്കൾ സ്വീകരിക്കുന്ന ചില തസ്ബീഹ് മാലകളെ പോലെയായി തീരുന്നത്. വയുഅല്ലിഖൂനഹാ ഫി അനാഖിഹിം, അത് അവരെന്ത് ഇങ്ങനെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കും. വയജഅലൂനഹാ കൽ അസ്വറത്തി ഫി ഐദിഹിം, അല്ലെങ്കിൽ കയ്യിൽ മാല വളയായിട്ടിടും. വഹാദാ മഅ കൗനിഹി ബിദ്അത്തൻ ഫഇന്ന ഫീഹി റിയാഅൻ വതകല്ലുഫ, അത് ബിദ്അത്തുമാകും, മാത്രമല്ല ആളുകളെ കാണിക്കുക എന്നുള്ള ലോകമാന്യതയിലേക്ക് മറ്റൊക്കെ എന്ത് ചെയ്യും? എത്തുകയും ചെയ്യും. ഇങ്ങനെ ഈ ദിക്റുകളെല്ലാം പറഞ്ഞതിന് ശേഷം രഹസ്യമായി കൊണ്ട് അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ. കാരണം ഫഇന്ന ദുആ ബിഹാദിഹിൽ ഇബാദത്തി വഹാദിഹിൽ അദ്കാരിൽ അദീമത്തി അഹ്റാ ബിൽ ഇജാബ, ഈ നമസ്കാരത്തിന് ശേഷം ഈ അദ്കാറുകൾക്ക് ശേഷം ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഏറ്റവും ഉതകുന്നതായ ഒരു സമയമാണത് എന്നുള്ളതിനാൽ അവൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ദുആ ചെയ്യാവുന്നതാണ്, പക്ഷെ ഉച്ചത്തിലല്ല. വലാ യർഫഉ യദൈഹി ബിദ്ദുആ, അവിടെ കൈ ഉയർത്തേണ്ടതില്ല ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. ബഅദൽ ഫരീദ, ഫർദ് നമസ്കാരത്തിന് ശേഷം. കമാ യഫഅലു ബഅദുൻ നാസ്, ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് പോലെ. ഫഇന്ന ദാലിക ബിദ്അ, അത് ബിദ്അത്താണ്. വഇന്നമാ യഫഅലു ഹാദാ ബഅദ അൻ-നാഫിലത്തി അഹ്യാൻ, എന്നാൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ വേണമെങ്കിൽ ചില ഇടക്കൊക്കെ എന്ത് ചെയ്യാം? അങ്ങനെ കൈ ഉയർത്തി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. വലാ യജ്ഹറു ബിദ്ദുആ, ദുആ നല്ല ശബ്ദത്തിലാക്കാൻ പാടില്ല. ബൽ യുഖ്ഫി, എന്ത് ചെയ്യണം? പതിയാക്കണം. ലിഅന്ന ദാലിക അഖറബു ഇലൽ ഇഖ്ലാസ് വൽ ഖുശൂഇ വഅബദു അൻ അൽ-റിയാ, ലോകമാന്യതയിൽ നിന്ന് അകലം പാലിക്കാൻ, ഇഖ്ലാസ് ഉണ്ടാകാൻ, നല്ല ഭയഭക്തി ഉണ്ടാകാനൊക്കെ നല്ലതെന്താണ്? ശബ്ദം താഴ്ത്തി അങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ ചില നാടുകളിൽ ചെയ്യുന്നത് പോലെ ഒരാളെന്ത് ചെയ്യുന്നു? ഉറക്കെ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു, വലിയ ശബ്ദത്തിൽ കൈകളെല്ലാം ഉയർത്തിക്കൊണ്ട്. ഇത് ഫഹാദൽ അമൽ ബിദ്അത്തുൻ മുൻകറ, അത് മുൻകറത്തായ എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രവർത്തിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കൊണ്ട് നമസ്കരിക്കുമായിരുന്നു. അങ്ങനെ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ എന്താണ്, ഇപ്രകാരം കൈ ഉയർത്തി ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു എന്നുള്ള രീതി എന്ത് ചെയ്തിട്ടില്ല? വന്നിട്ടില്ല. അലാ ഹാദിഹി സിഫ ലാ ഫിൽ ഫജ്രി വലാ ഫിൽ അസ്ർ, അത് ഫജ്ർ നമസ്കാരത്തിലില്ല, അസ്ർ നമസ്കാരത്തിലില്ല. വലാ ഗൈരിഹിമാ മിന സ്വലാ, മറ്റുള്ള നമസ്കാരങ്ങളിലൊന്നും നബിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. മാത്രമല്ല വലാ ഇസ്തഹബ്ബ ദാലിക അഹദുൻ മിനൽ അഇമ്മ, അഇമ്മത്തുകളിൽ ആരും തന്നെ, ഇമാമുകളിൽ ആരും തന്നെ അതിനെ മുസ്തഹബ്ബായിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് ഇങ്ങനെ ഇതിനെ മുസ്തഹബ്ബാക്കി എന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഫഖദ് ഗാലിത അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ എഴുതിയിരിക്കുകയാണ്, അബദ്ധം സംഭവിച്ചിരിക്കണം, അങ്ങനെ തെറ്റായിട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളതായ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താണോ അതിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് ഒരാൾക്ക് അനിവാര്യമായ കാര്യമാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്ന് അതിനെ മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, എന്താണോ നിരോധിച്ചത് അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വെടിയണം. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്,
അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, അവൻ ശക്തമായി ശിക്ഷിക്കുന്നവൻ, അവൻ്റെ ശിക്ഷ ശക്തമായതാണ്. അതുകൊണ്ട് അതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട്. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർക്ക്, ഖിയാമത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് റസൂലിൽ മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ അദ്കാറുകൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസം ചെയ്യേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യുക നല്ല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.